എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം. നല്ലൊരു ഓണം ആഘോഷിച്ചുകൊണ്ട്, അതായത് കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം വ്യക്തി ശുചിത്വവും സാമൂഹിക അകലവും പാലിച്ചുകൊണ്ട് ഒരു ഓണം നമ്മൾ ആഘോഷിച്ചു. അതിനുശേഷം ഉള്ള കായിക പഠനത്തിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ ഇന്ന് വന്നു നിൽക്കുന്നത്. നല്ലൊരു ഓണം ആഘോഷിച്ചതിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. എല്ലാവരും കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം വ്യക്തി ശുചിത്വവും സാമൂഹിക അകലവും പാലിച്ച് വീടുകളിൽ ഇരുന്നുകൊണ്ട് ഈ മഹാമാരിക്കെതിരെ അതിശക്തമായി മുന്നോട്ട് വരണം. ഈ മഹാമാരിയെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആശംസിച്ചുകൊണ്ട്, ഇന്നത്തെ കായിക പഠനത്തിൻ്റെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ് ആൻഡ് ബി ഫിറ്റ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികളാണ്. അതായത് കായിക അധ്യാപനം അല്ലെങ്കിൽ കായിക പഠന വിദ്യാർത്ഥികളാണ്. ഇതിൽ നിന്ന് കായിക അധ്യാപകരാകുന്നവരുണ്ടാവാം. അപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പൊതുവെ പറയുമ്പോൾ ഒരാളുടെ ആരോഗ്യത്തിനോ അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസിനോ ഫിസിക്കൽ ആക്ടിവിറ്റികളെ പറ്റിയോ പഠിപ്പിക്കുന്ന ഒരു ശൃംഖലയെ നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയും. നിങ്ങളെല്ലാവരും തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികളാണ്. ഇതിലൂടെ ആരോഗ്യപ്രദമായ ഒരു ജീവിതശൈലി നിങ്ങൾക്കുണ്ടാകാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യം. നിങ്ങളിലൂടെ തന്നെ എല്ലാവരിലേക്കും ഇത് എത്തിച്ചേരുക എന്നുള്ളതാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ എല്ലാ രീതിയിലുള്ള പഠന മേഖലകളിലൂടെയും നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന സബ്ജക്റ്റിൻ്റെ ആസ്പദമായി നമ്മുടെ മൊഡ്യൂളിലെ 3.4 ചാപ്റ്ററിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മളിന്ന് പഠിക്കാൻ പോകും. യൂണിറ്റ് 3.4 ഡെവലപ്മെന്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നമ്മുടെ 3.4 മൊഡ്യൂളാണ് ഡെവലപ്മെന്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, സ്ട്രെങ്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്, അങ്ങനെയുള്ള പല ടോപ്പിക്കുകളെയും പറ്റി പഠിച്ചു. കുറേ നല്ല കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു. നിങ്ങളിലൂടെ വേറെ പലരും അറിയുന്നുണ്ടാവും. ഇനി ഉള്ള നമ്മുടെ നാടിൻ്റെ ഭാവി നിങ്ങൾ ഓരോരുത്തരുടെയും കൈകളിലാണ്. കാര്യം ആരോഗ്യപ്രദമായൊരു തലമുറയാണ് നമുക്ക് വാർത്തെടുക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് എന്താണ്? ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ അറിയാം, ഫിസിക്കലി എന്തെങ്കിലും വർക്കൗട്ടുകളോ ട്രെയിനിങ്ങുകളോ ആക്ടിവിറ്റികളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഒരു ഫിസിക്കൽ ഫിറ്റ്നസ്. അപ്പോൾ ഇത് എന്തൊക്കെ തരത്തിലുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്, ഓരോ ആൾക്കാർക്കും എങ്ങനെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവുന്നത്, ഓൾറെഡി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നാലും നിങ്ങളുടെ അറിവിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ് എടുക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. യൂണിറ്റ് 3.4 ഡെവലപ്മെന്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. എന്താണ് ഫിസിക്കൽ ഫിറ്റ്നസ്?
നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ഇൻട്രൊഡക്ഷൻ കാണാം. ഫിസിക്കൽ ഫിറ്റ്നസ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് വെൽബീങ്. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം, ഒരാളുടെ ശരീരം നല്ല രീതിയിലുള്ള ആരോഗ്യപ്രദവും സൗഖ്യവുമായിട്ടുള്ള രീതിയിൽ യാതൊരു വിധത്തിലുള്ള അസുഖങ്ങളും ഇല്ലാതെ, മോർ സ്പെസിഫിക്കലി, അതായത് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു ഈവൻറ്റോ അല്ലെങ്കിൽ കായിക ഇനമോ നമുക്ക് അതിൻ്റെ എല്ലാ രീതികളിലും പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. കായിക ഇനമായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ഒരു ജോലി ആയിക്കോട്ടെ, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യമായിക്കോട്ടെ, ഇതിനെല്ലാം നമ്മൾ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയും. ഈ ഫിസിക്കൽ ഫിറ്റ്നസ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുന്നത്? പ്രോപ്പർ ന്യൂട്രീഷൻ, അതായത് കറക്റ്റ് ടൈമിന് കറക്റ്റ് ആയിട്ടുള്ള ആഹാരം നമുക്ക് വേണ്ട രീതിയിൽ ആവശ്യത്തിന് കഴിക്കുന്നതും, മോഡറേറ്റ് വിഗറസ് ഫിസിക്കൽ എക്സസൈസ്, വളരെ ബുദ്ധിമുട്ടല്ലാത്തതായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് നമ്മുടെ ശരീരം കുറച്ചുകൂടെ നല്ല രീതിയിൽ വ്യായാമം ചെയ്യപ്പെടാൻ പറ്റുന്ന ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നതിലൂടെയും, ആൻഡ് സഫിഷ്യന്റ് റെസ്റ്റ്, ആവശ്യത്തിനുള്ള വിശ്രമം കൂടെ ആകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് എന്നുള്ള ഒരു സ്റ്റേറ്റിലോട്ട് നമ്മൾ എത്തുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസ് എല്ലാ ആൾക്കാരിലും ഉണ്ട്. അതായത് ബേസിക് ഫിറ്റ്നസ് ഉണ്ട്, ജനറൽ ആയിട്ടുള്ള ഫിറ്റ്നസ് ഉണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള ഫിറ്റ്നസ് ഉണ്ട്. കാര്യം നമ്മളിപ്പോൾ നടക്കുന്നു, ഇരിക്കുന്നു, ഇതിനെല്ലാം നമുക്കൊരു ഫിറ്റ്നസ് വേണം. ഇതിനെ നമ്മൾ ബേസിക് ആയിട്ട്, വെച്ചാൽ ഒരു മനുഷ്യന് ബേസിക് ആയിട്ട് വേണ്ടിയിട്ടുള്ള ഫിറ്റ്നസ്, ആരോഗ്യം. ജനറൽ ആയിട്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു എന്തെങ്കിലും എന്തെങ്കിലും ഒരു ജോലി ചെയ്യേണ്ട ഒരു ആരോഗ്യം, അതായത് ബക്കറ്റ് എടുക്കുക, മരം വെട്ടുക, കയറ് കെട്ടുക, വെള്ളം പിടിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള. സ്പെസിഫിക് എന്ന് പറയുമ്പോൾ അത് സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും, ഫുട്ബോൾ കളിക്കുന്ന ഒരു കളിക്കാരന് ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ആവശ്യമുണ്ട്, കുറെ മോട്ടോർ ക്വാളിറ്റീസ് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ ഹോക്കി പ്ലെയറിന്, അത്ലറ്റിന്, ബോക്സറിന്, ടൈക്കോണ്ടോ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കും, എല്ലാ ഇവന്റ്സിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ആവശ്യമുണ്ട്, അതായത് വ്യക്തമായ രീതിയിൽ ആവശ്യമുണ്ട്. അത് നമുക്ക് ഈ രീതിയിൽ ഫിസിക്കൽ ട്രെയിനിങ്ങിലൂടെ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങളൊന്നുമില്ലാതെ ചെയ്യുന്ന ജോലികൾ നല്ല രീതിയിൽ ചെയ്യാനും ആരോഗ്യപ്രദമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഫിസിക്കൽ ഫിറ്റ്നസിനെ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും. നമുക്ക് അസുഖമൊന്നുമില്ലാത്തൊരു അവസ്ഥ, നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതും, സ്പോർട്സ് ആക്ടിവിറ്റീസും, ആരോഗ്യപ്രദമായ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മെന്റലി ഫിറ്റുമായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയെ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കും. ഓക്കെ, അടുത്ത സ്ലൈഡ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് മീനിങ് ഓഫ് ഇൻട്രൊഡക്ഷൻ. എന്താണ് ഇൻട്രൊഡക്ഷനിലൂടെ നമ്മൾ കൂടുതലായും പറയാൻ ശ്രമിച്ചത്? ഓൾറെഡി ഞാൻ അതിനെ പറ്റി വിശദീകരിച്ചു. നമ്മൾ എന്നാലും ഒന്നുകൂടെ പോയിന്റ് ആയിട്ട്, ഫിസിക്കൽ ഫിറ്റ്നസ് എയിംസ് അറ്റ് ഇംപ്രൂവിങ് നോട്ട് ഓൺലി സ്പോർട്സ് പെർഫോമൻസ് ബട്ട് ഓൾസോ ദി ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ഹെൽത്ത്. അതായത് നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു സ്പോർട്സ് പെർഫോമൻസ് ഏതെങ്കിലും ഒരു ഇതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം എന്നുള്ളത് മാത്രമല്ല, ഓവറോൾ ഒരു മനുഷ്യന്റെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ സ്പോർട്സ് പെർഫോമൻസിനനുസരിച്ചും ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ അതിൻ്റെ സ്വഭാവത്തിലും മാറ്റങ്ങളുണ്ട്. അത് ഏത് പരിധിവരെയും ഓരോ സ്പോർട്സ് ഇവന്റ്സിനും എന്താണ് അതിന് വേണ്ടത് എന്നുള്ളതനുസരിച്ച് അതിനൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്വഭാവം ഉണ്ട്. ഈ ഫിസിക്കൽ ഫിറ്റ്നസ് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള മീൻസ് ആൻഡ് മെത്തേഡ്സ്, അതായത്
നമുക്കത് ചെയ്യേണ്ട രീതികളും ട്രെയിനിങ് മെത്തേഡ്സുകളും ചിട്ടായുള്ള പ്ലാനിങ്ങിലൂടെയും ഓർഗനൈസേഷനിലൂടെയും ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് ട്രെയിനിങ് അസസ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു കുട്ടിക്ക് ഒരു സ്പോർട്സ് പെർഫോമൻസിൽ നല്ല രീതിയിൽ ഹൈ പെർഫോമൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കോച്ച് ഏത് രീതിയിൽ ഉള്ള ഫിറ്റ്നസ് ആണ് ആ കുട്ടിക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കുകയും അതിന് ചിട്ടയായ പ്ലാനിങ്ങിലൂടെയും ഓർഗനൈസേഷനിലൂടെയും ട്രെയിനിങ് അതാത് ദിവസങ്ങളിലെ ട്രെയിനിങ് മെത്തേഡ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യും. അതായത് ട്രെയിനിങ് മെത്തേഡിൽ കൊണ്ടുവരികയും ട്രെയിനിങ്ങിലൂടെ ആ മെത്തേഡ് എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യിക്കുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടി തന്നെ കായിക അധ്യാപകരും കോച്ചസും പല രീതിയിലുള്ള മീൻസ് ആൻഡ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു കുട്ടിയെ സ്പോർട്സ് പെർഫോമൻസിൽ നല്ല രീതിയിലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ട് കോച്ചസും കായിക അധ്യാപകരും ഒരുപാട് മീൻസ് ആൻഡ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ മീൻസ് ആൻഡ് മെത്തേഡ്സിന്റെ സഹായത്തോടു കൂടി കുട്ടികളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ മീൻസ് ആൻഡ് മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്, അതായത് ഈ കോച്ചസും കായിക അധ്യാപകരും എന്തൊക്കെ മീൻസ് ആൻഡ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നും എന്ത് മീൻസ് ആൻഡ് മെത്തേഡ്സിലൂടെ കുട്ടികളെ ഇത്രയും നല്ല പെർഫോമൻസിൽ എത്തിക്കുന്നു. നമുക്കറിയാവുന്ന ഒരുപാട് നല്ല അത്ലറ്റുകളുണ്ട് പെർഫോമൻസ് കാണിച്ചിട്ടുള്ള. PT ഉഷ മാം, അഞ്ജു ബോബി ജോർജ്, ജോസഫ് അബ്രഹാം, രഞ്ജിത്ത് മഹേശ്വരി, അങ്ങനെയുള്ള ഇന്റർനാഷണൽ അത്ലറ്റുകൾ നമുക്ക് ഇന്ത്യക്ക് തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അത്ലറ്റുകളെ ഏത് മീൻസ് ആൻഡ് മെത്തേഡ്സുകൾ കൊണ്ടാണ് ഇംപ്രൂവ് ചെയ്യിച്ചതെന്ന് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാം. ലേണിംഗ് ഔട്ട്കംസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ചാപ്റ്റർ, അതായത് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഈ മൊഡ്യൂൾ 3.4 മൊഡ്യൂൾ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ നോളേജ് ആണ്, എന്തൊക്കെ അറിവാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്, അതിനെപ്പറ്റി ഒരു ചെറിയ വിശദീകരണമാണ്. ചൂസ് വേരിയസ് ട്രെയിനിങ് ടു ഇംപ്രൂവ് വേരിയസ് ടൈപ്സ് ഓഫ് സ്ട്രെങ്ത്. അതായത് സ്ട്രെങ്ത് നമുക്കറിയാം, ഒരുപാട് എന്ത് കാര്യം നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും സ്ട്രെങ്ത് വളരെ അത്യാവശ്യം ആയിട്ടുള്ളൊരു ഘടകമാണ്. സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് എന്തൊക്കെ ട്രെയിനിങ് മെത്തേഡുകളാണ് നമ്മുടെ കായിക അധ്യാപകരും കോച്ചസും ചെയ്യുന്നത്, എന്തൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഡിസ്റ്റിങ്വിഷ് വേരിയസ് ട്രെയിനിങ് ടു ഡെവലപ്പ് എൻഡുറൻസ്. എൻഡുറൻസ് നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും, പക്ഷേ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, സ്റ്റാമിന. എന്തെങ്കിലും ഒരു വർക്കൗട്ടോ എന്തെങ്കിലും ഒരു കാര്യമോ, ഓടാനോ ചാടാനോ എന്ത് തന്നെ ആയിക്കോട്ടെ, എല്ലാം ഒരുപാട് നേരത്തേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമുക്ക് സ്റ്റാമിന, അതായത് എൻഡ്യൂറൻസ് ആവശ്യമുണ്ട്. അതിന് എന്തൊക്കെ ട്രെയിനിങ് മെത്തേഡ്സ് ആണ് ഈ കോച്ചസ് ഉപയോഗിക്കുന്നത്, അതിനെപ്പറ്റി ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ ഡിഫറൻഷിയേറ്റ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ഓഫ് സ്പീഡ് ഇംപ്രൂവ്മെന്റ്. സ്പീഡ് നമുക്കറിയാവുന്ന കാര്യമാണ്. ഓടുമ്പോൾ ഏറ്റവും ആദ്യം ആരോടി വരുന്നു, എന്ത് കാര്യം ചെയ്യുന്നതിനും സ്പീഡും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് കാര്യങ്ങളും അത്രയും നല്ല രീതിയിൽ, അത്രയും പെർഫെക്ഷനോട് കൂടി ചെയ്യാൻ സാധിക്കും. സ്പീഡ് എന്തൊക്കെ രീതിയിലാണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും പല രീതികളുണ്ട് സ്പീഡ് ഇംപ്രൂവ് ചെയ്യുന്നതിനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് സ്ട്രെച്ചിങ്, അതായത് ഫ്ലെക്സിബിലിറ്റി. നമ്മുടെ മസിൽസിന്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഏതൊരു ഇവന്റിനും വളരെ ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. നമുക്ക് ഇഞ്ചുറികൾ ഒഴിവാക്കാനും നല്ല രീതിയിൽ ഒരു മൂവ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാനും നമുക്ക് ഫ്ലെക്സിബിലിറ്റിയുടെ ആവശ്യം വളരെ വലുതാണ്. അതിന് ഇവിടെ പല മെത്തേഡുകൾ പറയുന്നുണ്ട്. ബാലിസ്റ്റിക് മെത്തേഡ്, സ്ലോ സ്ട്രെച്ച് ആൻഡ് ഹോൾഡ് മെത്തേഡ്, TNF സ്ട്രെച്ചിങ്.
ഈ മെത്തേഡുകളെ കുറിച്ചെല്ലാം അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ അവസാനത്തെ പോയിന്റ്, അപ്ലൈ പീരിയഡൈസേഷൻ ഇൻ എ ട്രെയിനിങ് പ്രോഗ്രാം. നിങ്ങൾക്ക് പുതിയ പുതിയ കുറെ വാക്കുകൾ കേൾക്കുന്നു. പീരിയഡൈസേഷൻ, ബാലിസ്റ്റിക്, എൻഡുറൻസ്. പീരിയഡൈസേഷൻ കേട്ട ആരും പുതിയൊരു വാക്കാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കാര്യം സ്പോർട്സ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് അറിയാം, ഒരു വർഷത്തിൽ പല ടൂർണമെന്റുകൾ, പല ഈവന്റുകൾ, പല കോമ്പറ്റീഷനുകളിലൂടെ പോകേണ്ടി വരും. ഇതിനെല്ലാം തന്നെ നല്ലൊരു പെർഫോമൻസ് ഉണ്ടാക്കുന്നതിന് നമ്മുടെ അധ്യാപകർ ഒരു ട്രെയിനിങ് പ്ലാൻ ഉണ്ടാക്കി വെക്കുന്നതാണ്. അത് നിങ്ങൾക്ക് വരുന്ന അടുത്ത കോമ്പറ്റീഷൻ എന്നാണോ അതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് എൻഡുറൻസ് ട്രെയിനിങ് എപ്പോൾ തരണം, സ്പീഡ് ട്രെയിനിങ് എപ്പോൾ തരണം, ഓരോ ട്രെയിനിങ് മെത്തേഡ് ഏതേത് സമയങ്ങളിൽ തരണം എന്നത് മനസ്സിലാക്കി തരാനായിട്ട് ഒരു പീരിയോഡൈസേഷൻ പോലെ, ഒരു ടൈം പോലെ ഒരു ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടൈം പോലെ ഒരു ട്രെയിനിങ് മെത്തേഡ് ഉണ്ടാക്കി, അതിനെയാണ് നമ്മൾ പീരിയോഡൈസേഷൻ എന്ന് പറയുന്നത്. ലേണിംഗ് ഔട്ട്കംസ്, അതിൽ ആദ്യത്തെ പോയിന്റ്, അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കൂടുതലായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു സ്ലൈഡ് ഉണ്ട്, അതിനെ നിങ്ങൾ സൂക്ഷ്മമായി വീക്ഷിക്കുക, വായിക്കുക. Choose various training to improve various types of strength. നിങ്ങൾക്ക് ആ സ്ലൈഡ് കണ്ടപ്പോൾ തന്നെ ഒരുവിധം ഈ കാര്യങ്ങൾ, അതായത് ഇതിന് മുമ്പത്തെ മൊഡ്യൂളുകളിൽ നമ്മൾ പറഞ്ഞതുപോലെയും നമ്മുടെ പ്രാക്ടിക്കൽ മൊഡ്യൂളിലെ ആദ്യത്തെ ക്ലാസ് ഇതിനെപ്പറ്റിയായിരുന്നു. സ്ട്രെങ്ത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറയുന്ന പ്രാക്ടിക്കൽ ആണ് ആദ്യം നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ സ്ട്രെങ്ത്, എന്താണ് സ്ട്രെങ്ത്? സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും, എനിക്ക് ഭയങ്കര സ്ട്രെങ്ത് ആണ്, കാര്യം എനിക്ക് ഭയങ്കര മസിലാണ്, എനിക്ക് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഓരോ ആൾക്കാർക്കും സ്ട്രെങ്ത് ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ബേസിക് സ്ട്രെങ്ത്, ജനറൽ സ്ട്രെങ്ത്, സ്പെസിഫിക് സ്ട്രെങ്ത്. സ്ട്രെങ്ത് നമുക്ക് പല രീതിയിലും പല കാര്യങ്ങളിലും, സ്പോർട്സ് ചെയ്യുന്നവർക്ക് പ്രത്യേകം സ്ട്രെങ്ത് ഉണ്ടാവും, ജിമ്മിലൊക്കെ പോകുന്നവർക്ക് വേറെ ടൈപ്പ് സ്ട്രെങ്ത് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ഓരോ ഇവന്റ്സിനും അതിൻ്റെതായിട്ടുള്ള മോട്ടോർ ക്വാളിറ്റീസ് ആവശ്യമായിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനിയായ ഒരു മോട്ടോർ ക്വാളിറ്റിയാണ് സ്ട്രെങ്ത്. സ്ട്രെങ്ത് എല്ലാ ഇവന്റ്സിനും, അതായത് ഫുട്ബോൾ, ഹോക്കി, സ്വിമ്മിങ്, ടൈക്കോണ്ടോ എന്ന് തുടങ്ങിയ പല മാർഷൽ ആർട്സുകളായാലും ഇൻഡിവിജ്വൽ ഇവന്റ്സ് ആയാലും കോമ്പാക്ട് ഗെയിംസ് ആയാലും ഓരോന്നിനും ഓരോ ടൈപ്പിലുള്ള സ്ട്രെങ്തുകളാണ് ആവശ്യമുള്ളത്. പല ടൈപ്പിലെ സ്ട്രെങ്തുകളെ നമ്മൾ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. മാക്സിമം സ്ട്രെങ്ത്, എക്സ്പ്ലോസീവ് സ്ട്രെങ്ത്, സ്പീഡ് എൻഡുറൻസ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ഈ സ്ട്രെങ്ത് നമുക്ക് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം, എന്തൊക്കെ മെത്തേഡ്സിലൂടെ, എന്തൊക്കെ ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ, അതായത് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും നമ്മൾ വിശദീകരിക്കാൻ പോകുന്നു. അപ്പോൾ അതിൽ തന്നെ ആദ്യത്തെ പോയിന്റ്, ഡെവലപ്മെന്റ് ഓഫ് സ്ട്രെങ്ത്. നമുക്ക് എങ്ങനെ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? അതിന് 2 പോയിന്റുകളാണുള്ളത്. ഫിസിക്കൽ എക്സസൈസസ് വിത്ത് അഡീഷണൽ റെസിസ്റ്റൻസ്, ഫിസിക്കൽ എക്സസൈസസ് വിത്ത് വൺസ് ഓൺ ബോഡി വെയിറ്റ് ആസ് റെസിസ്റ്റൻസ്. അതായത് പുറത്തു നിന്നുള്ള എന്തെങ്കിലും വെയിറ്റുകളോ കാര്യങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നതിലൂടെ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ നമ്മുടെ സ്വന്തം ബോഡി വെയിറ്റ് കൊണ്ട് നമുക്ക് സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു. താഴെ
നമുക്ക് ഒരു അഡീഷണൽ റെസിസ്റ്റൻസ് കൊണ്ട് എങ്ങനെ ഡമ്പൽ ഉപയോഗിച്ചുകൊണ്ടും ബാരലുകൾ ഉപയോഗിച്ചുകൊണ്ടും എങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നതിനെ കുറിച്ചുള്ള കുറച്ച് എക്സസൈസിന്റെ ഫോട്ടോസ് ഉണ്ട്. ഡെഡ് ലിഫ്റ്റ്സ്, ട്രാപ്പ് ബാർ ഡെഡ് ലിഫ്റ്റ്സ്, സ്ക്വാട്സ്, ഫ്രണ്ട് സ്ക്വാട്ട്, ഓവർഹെഡ് പ്രസ്, ഫാർമർ വാക്സ്, അങ്ങനെ ഒരുപാട് എക്സസൈസുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്കറിയാം. അതുപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസ് വിത്ത് വൺസ് ഓൺ ബോഡി വെയിറ്റ് ആസ് റെസിസ്റ്റൻസിൽ ഒരുപാട് എക്സസൈസുകൾ വരുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ആണ് കോർ ആൻഡ് അസിസ്റ്റൻസ് ട്രെയിനിങ്. കോറ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്താ കോറ്. ശരി, നമ്മുടെ ശരീരത്തിൽ ഒരു സ്പോർട്സ്മാന്റെ ആയാലും ഒരു സാധാരണ മനുഷ്യന്റെ ആയാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നമ്മുടെ എല്ലാ മൂവ്മെന്റ്സിനെയും നിയന്ത്രിക്കുന്നത് ഈ ഭാഗമാണ്. അതായത് എല്ലാവരും പറയും 8 പാക്സ് 6 പാക്സ്, ഭയങ്കര എനിക്ക് കട്ടിങ്സ് വേണം, അങ്ങനെയൊക്കെ പറയും. നമ്മുടെ അബ്ഡമൻ ഭാഗം, അതായത് നമ്മുടെ വയറിന്റെ ഭാഗവും അതുപോലെ തന്നെ മുതുകിന്റെ ഭാഗവും, ഇതിനെയാണ് നമ്മൾ കോർ എന്ന് പറയുന്നത്. ഇതിനെ അബ്ഡമനും ട്രങ്ക് റീജിയൻ എന്നുള്ള രീതിയിൽ രണ്ട് പാർട്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ പല എക്സസൈസുകളിലൂടെ ട്രെയിൻ ചെയ്ത് ഫിറ്റ് ആക്കി വെച്ചിരിക്കും, നല്ല സ്ട്രെങ്ത് ആക്കി വെച്ചിരിക്കുമ്പോൾ നമ്മുടെ മൂവ്മെന്റ്സിനും അതിനായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഈ കോർ പറയുന്ന പോലെ തന്നെ ആൻ എക്സസൈസ് ദാറ്റ് ഇൻവോൾവ് ദ യൂസ് ഓഫ് യുവർ അബ്ഡോമിനൽ ആൻഡ് ബാക്ക് മസിൽസ് ഇൻ കോർഡിനേറ്റഡ് മാനർ കൗണ്ട്സ് ആസ് എ കോർ എക്സസൈസ്. അതായത് നിങ്ങളുടെ അബ്ഡമനും ബാക്ക് മസിൽസും ഒരു കോർഡിനേറ്റ്, അതൊരു ഏകീകരിച്ച രീതിയിൽ എക്സസൈസുകൾ ചെയ്യുന്നതിലൂടെ അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ കോർ എക്സസൈസ് എന്ന് പറയുന്നു. അതിൽ തന്നെ നമ്മൾ ഒരു അസിസ്റ്റന്റിന്റെ സഹായത്തോടു കൂടി, എന്തെങ്കിലും ഒരു അസിസ്റ്റൻസിലൂടെ നമ്മൾ കുറച്ച് എക്സസൈസുകൾ ചെയ്യുന്നതിനെ നമ്മൾ അസിസ്റ്റൻസ് എക്സസൈസ് എന്ന് പറയും. മൂന്നാമത്തത് ആക്ച്വലി ഇതൊരു മെത്തേഡാണ്, റെപ്പിറ്റേഷൻ മാക്സിമം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു പീരിയഡൈസേഷൻ. നമുക്ക് ഓരോ ആക്ടിവിറ്റീസും ഓരോ ടൈപ്പ്, എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് ആയിക്കോട്ടെ, മാക്സിമം സ്ട്രെങ്ത് ആയിക്കോട്ടെ, സ്പീഡ് എൻഡ്രൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യുന്നതിന് പല തരത്തിലുള്ള ട്രെയിനിങ് മെത്തേഡുകൾ ആവശ്യമായിട്ടുണ്ട്. അതിനെല്ലാം തന്നെ ട്രെയിനിങ് മെത്തേഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് എല്ലാത്തിൻ്റെയും 1R അറിഞ്ഞിരിക്കണം. അതായത് 1 റെപ്പിറ്റേഷൻ മാക്സിമം. അതായത് ഒരു എക്സസൈസിൽ സ്ക്വാട്ട് ആയിക്കോട്ടെ, ഡെഡ് ലിഫ്റ്റ് ആയിക്കോട്ടെ, ലെഗ് എക്സ്റ്റൻഷൻ ആയിക്കോട്ടെ, നമുക്ക് ഒരു ലിഫ്റ്റിൽ എത്ര വെയിറ്റ് ആണ് മാക്സിമം ഉയർത്താൻ പറ്റുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ എക്സസൈസ് ക്രോഡീകരിക്കാൻ സാധിക്കൂ. അതിലൂടെ സയന്റിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് മെത്തേഡുകൾ ഉണ്ടാക്കുകയും അതിലൂടെ നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. അതിനുപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് 1R മെത്തേഡ് അല്ലെങ്കിൽ റെപ്പിറ്റേഷൻ മാക്സിമം മെത്തേഡ്. അതുപോലെ തന്നെ ഏറ്റവും സ്ട്രെങ്ത് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ ലോവർ ബോഡിയുടെ, അതായത് ലെഗ് മസിൽസിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പ്ലയോമെട്രിക്സ്. പ്ലയോമെട്രിക്സ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള ജമ്പിങ് എക്സസൈസുകളെയും നമ്മൾ പ്ലയോമെട്രിക്സ് എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു മസിലോ അല്ലെങ്കിൽ ഒരു കൂട്ടം മസിലുകളോ ഒരു ഫോഴ്സ്, മസിലിൽ നിന്ന് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അതിന് ജമ്പിങ് എക്സസൈസ്, ബോക്സ് ജംപ്സ് ഉണ്ട്, ഹൈ ജംപ്സ് ഉണ്ട്, ടഗ് ജംപ്സ് ഉണ്ട്, ഡബിൾ ലെഗ് ബൗൺസിങ് ഉണ്ട്, ഹെവി മെഡിസിൻ ബോൾ ത്രോ ഉണ്ട്. ഇതെല്ലാം തന്നെ പ്ലയോമെട്രിക്സ് എന്ന ട്രെയിനിങ് മെത്തേഡിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇത് ഒരാഴ്ചയിൽ 1-2 തവണ ട്രെയിനിങ് സെഷനിൽ കോച്ചസ് ഉൾപ്പെടുത്താറുണ്ട്. അതിലൂടെ നമ്മുടെ ബോഡിയുടെ എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് വളരെ ശക്തമായ രീതിയിൽ, വളരെ നല്ല രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അതിന്റെ 5ാമത്തെ പോയിന്റ് ആണ് സർക്യൂട്ട് ട്രെയിനിങ്. അതായത് ഒരു സർക്യൂട്ട് ട്രെയിനിങ് ഒരു മെത്തേഡാണ് നമുക്ക് കണ്ടീഷൻ ചെയ്യാൻ, കണ്ടിന്യൂസ് ആയിട്ടൊരു സ്പീഡ് എൻഡ്രൻസ്, സ്ട്രെങ്ത് എൻഡ്രൻസ്,
അങ്ങനെയുള്ള ട്രെയിനിങ് മെത്തേഡാണ് സർക്യൂട്ട് ട്രെയിനിങ്. ഈ സർക്യൂട്ട് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ കൂടുതലായും കണ്ടീഷനിങ് ചെയ്യുന്നത്, അതായത് നമ്മളെ അതിലോട്ട് കൊണ്ടുവരുന്നത്, അതായത് നമ്മളെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിൽ 5 മുതൽ 15 വരെ എക്സസൈസുകൾ ഉണ്ടാവും. അത് ഓരോ കോച്ചസിൻ്റെയും ഓരോ ട്രെയിനിങ് മെത്തേഡ് അനുസരിച്ച് അത് മാറും. ചിലപ്പോൾ 6 മുതൽ 13 വരെ, 12 വരെ അനുസരിച്ച് അങ്ങോട്ട് മാറും. ഇത് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് സ്ട്രെങ്തും എൻഡുറൻസും, നേരത്തെ പറഞ്ഞ സ്റ്റാമിനയും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നമ്മൾ സർക്യൂട്ട് ട്രെയിനിങ് എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ ഈ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കായ എങ്ങനെ നമുക്ക് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതിനു മുമ്പ് നമുക്ക് സ്ട്രെങ്ത് എന്താണെന്ന് അറിയണം. പറയുന്നത് പോലെ സ്ട്രെങ്ത് ഈസ് എബിലിറ്റി ടു ഓവർകം റെസിസ്റ്റൻസ് ഓർ ടു ആക്ട് എഗെയിൻസ്റ്റ് റെസിസ്റ്റൻസ്. നമ്മളിപ്പോൾ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ദൈനംദിന ജീവിതത്തിൽ ചെയർ എടുത്ത് മാറ്റി ഇപ്പുറത്തിടുക, അല്ലെങ്കിൽ നടക്കുക, കുറച്ച് ദൂരം നടക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു തടി മുറിക്കുക, ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വയ്ക്കുക, ഇതിനെല്ലാം നമുക്ക് സ്ട്രെങ്ത് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു റെസിസ്റ്റൻസ്, നമുക്കുള്ള ഒരു പരിധിയെ മറികടക്കാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ ശരീരം, നമ്മുടെ ഒരു മസിൽസ് അല്ലെങ്കിൽ മസിൽ ഗ്രൂപ്പ് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുക, അതായത് ഒരു പ്രക്രിയ ചെയ്യുക. അതിന് നമ്മൾ സ്ട്രെങ്ത് എന്ന് പറയുന്നു. ഇത് നമ്മുടെ മസിലും നമ്മുടെ ന്യൂറോ മസ്കുലർ, അതായത് നെർവസ് സിസ്റ്റവും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു ഫോഴ്സാണ്, ഒരു ശക്തിയാണ്. ഇതിനെ നമ്മൾ സ്ട്രെങ്ത് എന്ന് പറയും. ഇനി എങ്ങനെ നമുക്ക് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാം, എന്തൊക്കെ മെത്തേഡുകളിലൂടെ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ളതിലേക്ക് പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞു, അതിലെ ആദ്യത്തെ പോയിന്റ് ആണ് ഫിസിക്കൽ എക്സസൈസ്. നേരത്തെ നമ്മൾ പഠിച്ചതാണ്, ഫിസിക്കൽ എക്സസൈസ് 2 തരത്തിലുണ്ട്. ഒന്ന് ഒരു അഡീഷണൽ റെസിസ്റ്റൻസ് കൊണ്ടുള്ള ട്രെയിനിങ് മെത്തേഡ്, പിന്നൊന്ന് നമ്മുടെ സ്വന്തം ബോഡി വെയിറ്റ് ഉപയോഗിച്ചുകൊണ്ട്. അതിൽ അഡീഷണൽ റെസിസ്റ്റൻസിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ജിമ്മിൽ പോകുന്നു, ഡംബിൽ എടുക്കുന്നു, മെഡിസിൻ ബോൾ എടുക്കുന്നു, സാൻഡ് ബാഗ് എടുക്കുന്നു, ഇതൊക്കെ കൊണ്ട് ചെയ്യുന്ന എക്സസൈസുകൾ. അത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ളൊരു പാർട്ട്ണറിന്റെ സഹായത്തോടു കൂടെ, പാർട്ട്ണറിന്റെ വെയിറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്ക്വാട്ട് ചെയ്യുന്നു, ലെഗ് പ്രസ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് എൻവയോൺമെന്റൽ റെസിസ്റ്റൻസ്. സ്പ്രിന്റ് ഈവന്റ് ചെയ്യുന്ന ആൾക്കാർക്കും, അല്ല ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ് ചെയ്യുന്ന എല്ലാ ഈവന്റിലും ചെയ്യുന്ന ആൾക്കാർക്ക്, എല്ലാ കായിക താരത്തിലും ഇത് യൂസ് ചെയ്യേണ്ടി വരുന്നതാണ്. മണലിലൂടെ ഓടുന്നതും, സ്ലോപ്പ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നു, കാറ്റിനെതിരെ ഓടുന്നു. ഈ റെസിസ്റ്റൻസുകളെ വെച്ചുകൊണ്ട് നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നു. ഇതിനെല്ലാം തന്നെ നമ്മൾ അഡീഷണൽ റെസിസ്റ്റൻസ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ ഓൺ ബോഡി, അതായത് സ്വന്തമായിട്ടുള്ള ബോഡി വെയിറ്റ്, നമ്മുടെ സ്വന്തം ബോഡി വെയിറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നത് തന്നെ വിത്ത് വൺസ് ഓൺ ബോഡി വെയിറ്റ് എക്സസൈസുകൾ, ഫിസിക്കൽ എക്സസൈസുകൾ എന്ന് നമ്മൾ പറയും. ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ജംപ്സ്, നമ്മുടെ ചാടിയുള്ള എക്സസൈസുകളെല്ലാം തന്നെ അതിൽ വരുന്നുണ്ട്. വാൾ ബാർ എക്സസൈസ് വരുന്നുണ്ട്, പുള്ളപ്സ് വരുന്നുണ്ട്, റോപ്പ് ക്ലൈംബിംഗ് വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഫിസിക്കലി നമ്മൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫിസിക്കൽ എക്സസൈസിനെ 2 തരത്തിലാണ് വിശദീകരിക്കുന്നത്. അഡീഷണൽ റെസിസ്റ്റൻസ് കൊണ്ടുള്ള ഫിസിക്കൽ എക്സസൈസും നമ്മുടെ സ്വന്തം ബോഡി വെയിറ്റ് കൊണ്ടുള്ള ഫിസിക്കൽ എക്സസൈസും. ഇപ്പോൾ ഫിസിക്കൽ എക്സസൈസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എങ്ങനെയാണ് ഡംബൽസ് ഉപയോഗിച്ചുകൊണ്ട്, മെഡിസിൻ ബോൾ ഉപയോഗിച്ചുകൊണ്ട്, ബാരൽസ് ഉപയോഗിച്ചിട്ടുണ്ട്, ബാർബിൾസ് ഉപയോഗിച്ചിട്ടുണ്ട്, എല്ലാം ഉപയോഗിച്ച് കൊണ്ടിട്ട് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ജിമ്മിൽ പോയോ അല്ലാതെയോ വീടുകളിലോ വെയിറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ്
ചെയ്യുന്നതിന് നമ്മൾ എന്തെങ്കിലും ഒരു അഡീഷണൽ റെസിസ്റ്റൻസ് കൊണ്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നു എന്ന് പറയാം. അതിന് ഒരുപാട് അതിൽ നമ്മൾ എക്സാമ്പിൾസ് ഉൾപ്പെടെ വിശദീകരിച്ചു കഴിഞ്ഞു. അതിന് ഫിസിക്കൽ എക്സസൈസിലെ ആദ്യത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. രണ്ടാമത് വരുമ്പോൾ ഫിസിക്കൽ എക്സസൈസസ് വിത്ത് ഓൺ ബോഡി വെയിറ്റ് റെസിസ്റ്റൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മുടെ സ്വന്തം ബോഡി വെയിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്ട്രെങ്ത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട് എല്ലാ തരത്തിലുള്ള ജമ്പ്, പുള്ളപ്സ്, റോപ്പ് ക്ലൈംബിംഗ്, ഇതെല്ലാം തന്നെ അതിൽ ഉൾപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ പുഷപ്പ് അടിക്കുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം പുഷപ്പ് ഇത്ര 5 പുഷപ്പ് അടിക്കുന്നു, 10 പുഷപ്പ് അടിക്കുന്നു. ഇതെല്ലാം തന്നെ ഫിസിക്കൽ എക്സസൈസ് വിത്ത് ഓൺ ബോഡി വെയിറ്റ് ആസ് എ റെസിസ്റ്റൻസ്. നമ്മുടെ സ്വന്തം ബോഡി വെയിറ്റ് തന്നെ നമ്മൾ റെസിസ്റ്റൻസ് ആയി ഉപയോഗിച്ചുകൊണ്ട് സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്നതിലുപരി സ്പോർട്സിലും നമുക്ക് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യമാണ്. വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. ചിട്ടയായ വ്യായാമ രീതികളിലൂടെയും ആഹാര രീതികളിലൂടെയും നമുക്ക് നല്ലൊരു ജീവിത രീതി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിലൂടെ തന്നെ പല അസുഖങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാനും സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുക, ഏതൊക്കെ തരത്തിലുള്ള ഫിറ്റ്നസ് ഉണ്ട്, ഏത് രീതിയിലാണ് നമുക്ക് ഡെവലപ്മെന്റ് ചെയ്യാം എന്നതിനെ പറ്റി നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചു. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.